ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റിൻ്റെ വരാൻ പോകുന്ന റിവിഷൻ ക്ലാസ്സുകളെ കുറിച്ചാണ്. സോ നമുക്കറിയാം കാറ്ററ്റിൻ്റെ എക്സാമിന് കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അപ്പം നമ്മളുടെ ടോപ്പിക് വൈസ് വീഡിയോസ് നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാറ്ററ്റിൻ്റെ റിവിഷൻ ക്ലാസ്സുകളാണ് PYQs അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് സൈക്കോളജി, ഹിന്ദിയുടെ റിവിഷൻസ് ഉണ്ടാവും. സോ അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇനി കാറ്ററ്റിന് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന PYQs വെച്ചിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ അതർവൈസ് നിങ്ങൾ PYQsന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, അതുവഴി അതിന് കുറച്ച് ദിവസം കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ നമ്മളുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൈക്കോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് അഡോളസൻറ്റ് സൈക്കോളജിയുടെ കുറച്ച് പോർഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, പിന്നെ ഹിന്ദിയുടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഓർഡറിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ടൈമിൽ നമ്മൾ കുറച്ചുകൂടി സൈക്കോളജി ഇമ്പോർട്ടൻസ് കൊടുത്ത് വീഡിയോസ് ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒത്തിരി PYQs ചെയ്യാൻ ടൈം ഇല്ല. ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങളുള്ള എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് 7 മണിക്ക് വൈകിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹിന്ദി, സൈക്കോളജി ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യും. മെയിനായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, അപ്പം എല്ലാവരും ഡെയിലി വീഡിയോ കാണുന്നവർ ഡെയിലി ഒരു 7 PM വരുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഒത്തിരി വീഡിയോസ് അല്ലാണ്ട് ടോപ്പിക് വൈസ് വീഡിയോസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പറേഷനെ കുറിച്ചൊന്നും ഒത്തിരി വീഡിയോസ് ചെയ്തില്ല. അപ്പോൾ ഒരു ഫൈനൽ വീഡിയോ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാറ്ററ്റ് എക്സാമിന് മുമ്പ്, ഓക്കെ, അതായത് ഈ ടൈമിൽ നിങ്ങൾ ആ OMR ഷീറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. കാരണം OMR ഷീറ്റ് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ പലരും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അത് നോക്കി ഏകദേശം ഒരു നമ്മളുടെ ചാനലിലുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാമിൽ നോക്കുവാണെങ്കിലുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങളെ തീർച്ചയായിട്ടും എക്സാം ടൈമിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ID പ്രൂഫ്, അതുപോലെ തന്നെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഇപ്പം ഹിന്ദിയൊക്കെ മെയിനായിട്ട് പറയുവാണെങ്കിൽ ജസ്റ്റ് പേന മാത്രം മതി. പിന്നെ ഹോൾ ടിക്കറ്റ്, ID പ്രൂഫ്, ഇത്ര ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി കൺഫേം ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ OMR ഷീറ്റ് ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ചെയ്യാം. അതർവൈസ് ഞാൻ ഈ പ്രാവശ്യം ടോപ്പിക്കിൽ തന്നെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ തലേ ദിവസം വരെ നമ്മളുടെ റിവിഷൻ വീഡിയോസ് ഉണ്ടാവും. അതിനുശേഷം എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറ്റുമെങ്കിൽ സൈക്കോളജി, അതുപോലെ തന്നെ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് PDF ആയിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ സെൻഡ് ചെയ്യുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഏത് സെറ്റാണ് എന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഫ്രഷ് ആയിട്ട് എഴുതുന്നവരുടെ അടുത്ത് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. അതായത് നമ്മൾ കാറ്ററ്റ് എക്സാം നടക്കുമ്പോൾ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. അതായത് A സെറ്റ്, B, C ആൻഡ് D. ഓക്കെ, അപ്പോൾ ചിലർ A ഓർഡറിൽ ക്വസ്റ്റ്യൻസ് സെയിം ആണ്, ജസ്റ്റ് ഓർഡറിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചിലർക്ക് A സെറ്റ് ആയിരിക്കും, ചിലർക്ക് B സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അത് നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഓക്കെ അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോൾ പാർട്ട് 3 പേപ്പർ ഉണ്ട് നമ്മൾ കേട്ടതിന് മെയിനായിട്ട് നോക്കുവാണെങ്കിൽ. അതിൽ പാർട്ട് 1 A സെറ്റ് ആണെങ്കിൽ പാർട്ട് Bയും സെറ്റ് A തന്നെ ആയിരിക്കണം, പാർട്ട് Cയും സെറ്റ് A തന്നെ ആയിരിക്കണം. ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഹോൾ ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കുക. കാരണം എക്സാം കഴിഞ്ഞാലും വെരിഫിക്കേഷൻ വരെ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ സെൻഡ് ചെയ്യുമ്പോൾ ആ സെറ്റ് ഏതാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോസ് എന്ന് പറയുന്ന റിവിഷൻ വീഡിയോസാണ്. അപ്പോൾ അത് നമ്മൾ ഡെയിലി 7 മണിക്ക് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് ആൻസർ പറഞ്ഞു പോവല്ല, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്കഷനും കൂടി ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ലൈവ് ഉണ്ടാകില്ല, പ്രീമിയർ തന്നെ ആയിരിക്കും വീഡിയോസ്. അത് ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും അവസാനമായിട്ട് ഓൾ ദി ബെസ്റ്റ് ഒന്നുകൂടി പറയുന്നു. ഓക്കെ,
അപ്പം ഇത്രയും പോയിൻറ്റ്സാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇപ്പോൾ ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടോപ്പിക് വൈസ് വീഡിയോസ് നമ്മൾ ഓർഡറിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ PYQs നമ്മൾ ചെയ്തിട്ടുണ്ട്, പഴയ വീഡിയോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് പറയാനുള്ളത്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് അപ്ഡേറ്റിൽ. ഓക്കെ, ബൈ.